ചന്ദ്രയാൻ 3യിലെ റോവറിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ആൽഫ കണിക എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ചന്ദ്രയാൻ 3നെ ചന്ദ്രന്റെ ഏതു ഭാഗത്താണ് ഇറക്കുവാൻ ശ്രമിക്കുന്നത്? ഉത്തരം: ദക്ഷിണ ധ്രുവ ഭാഗത്ത്. ചന്ദ്രയാൻ 2ലെ വിക്രം ലാൻഡർ ഇറക്കാൻ ശ്രമിച്ച മേഖലയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊക്കമുള്ള പാറകൾ നിറഞ്ഞ മേഖലയാണ് ഇത്. മാൻസിനസ് സി, സിംപേലിയസ് എൻ എന്നീ പടുകുഴികൾക്കിടയിൽ ആയിരുന്നു ചന്ദ്രയാൻ 2 ഇറക്കാൻ ശ്രമിച്ചത്. ചന്ദ്രനിലെ സവിശേഷതയാർന്ന മേഖലയായ എയ്റ്റ്കിൻ ബേസിൻ, 9.05 കിലോമീറ്റർ പൊക്കമുള്ള എപ്സിലോൺ കൊടുമുടി തുടങ്ങിയവയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ ധ്രുവത്തിലാണ്. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം: പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യുടെ റോവർ? ഉത്തരം: പ്രാഗ്യാൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പദ്ധതി? ഉത്തരം: ചന്ദ്രയാൻ 1. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചന്ദ്രയാൻ 1 എത്തിയത് എപ്പോഴാണ്? ഉത്തരം: 2008 നവംബർ 8. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചന്ദ്രയാൻ 1 എത്തിയത് എന്നായിരുന്നു? ഉത്തരം: 2008 നവംബർ 8. ചന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായിരുന്നത്? ഉത്തരം: 312 ദിവസം. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം: എം അണ്ണാദുരൈ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ ജി മാധവൻ നായർ. ചന്ദ്രയാൻ 1നെ ഭ്രമണപഥത്തിൽ എത്തിച്ച പേടകം? ഉത്തരം: PSLV C-11. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഉത്തരം: AB വാജ്പേയി. ചന്ദ്രയാനിലുണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന പേടകം ചന്ദ്രനിൽ ധാരാളം ജലം ഉണ്ടെന്ന് കണ്ടെത്തിയ ദിവസം? ഉത്തരം: 2009 സെപ്റ്റംബർ 24. ചന്ദ്രനിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണം? ഉത്തരം: മിനിസാർ. ചന്ദ്രയാൻ 1ലെ വിദേശ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം: എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, മിനറോളജി മാപ്പർ, റഡാർ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ജലാംശത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയ ചന്ദ്രയാൻ 1ലെ നാസ ഘടിപ്പിച്ചിരുന്ന പരീക്ഷണ ഉപകരണം ഏതായിരുന്നു? ഉത്തരം: മൂൺ മിനറോളജി മാപ്പർ. സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ചന്ദ്രയാന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആരായിരുന്നു? ഉത്തരം: ലിഥിയം അയൺ ബാറ്ററി. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ? ഉത്തരം: 68. ചന്ദ്രയാനിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പേലോഡുകളുടെ എണ്ണം? ഉത്തരം: 5. ചന്ദ്രയാൻ 2 വിക്ഷേപണ തീയതി? ഉത്തരം: 2019 ജൂലൈ 22 ഉച്ചയ്ക്ക് 2:43. ചന്ദ്രയാൻ 2വിന്റെ ലക്ഷ്യം? ഉത്തരം: ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേഷണം നടത്തുക. ചന്ദ്രയാൻ 2 വിക്ഷേപണ സ്ഥലം? ഉത്തരം: സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 2വിൽ ഉപയോഗിച്ച ഇന്ധനം? ഉത്തരം: UDMH. ചന്ദ്രയാൻ 2വിന്റെ നിർമ്മാണത്തിന് ചിലവായ തുക? ഉത്തരം: 978 കോടി രൂപ. ചന്ദ്രയാൻ 2വിന്റെ മിഷൻ ഡയറക്ടർ? ഉത്തരം: ഋതു കൃതാൽ. ചന്ദ്രയാൻ 2വിൽ എത്ര പേലോഡുകളാണ് ഉണ്ടായിരുന്നത്?
ഉത്തരം 13. ചാന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണ വാഹനമായ GSLV മാർക്ക് 3യുടെ മിഷൻ ഡയറക്ടറായ മലയാളി. ഉത്തരം JJ പ്രകാശ്. ചന്ദ്രയാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച മീറ്റിംഗ്. ഉത്തരം 1999 ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് മീറ്റിംഗ്. പിന്നീട് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഈ ആശയവുമായി മുന്നോട്ടു പോവുകയും ഇസ്രോയുടെ നേതൃത്വത്തിൽ നാഷണൽ ലൂണാർ മിഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്തു. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി. ഉത്തരം 2008 ഒക്ടോബർ 22. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ തറയിൽ നിന്ന് PSLV റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. ചന്ദ്രന് ഒപ്പമുണ്ടായിരുന്ന മൂൺ ഇമ്പാക്ടർ പ്രോബ് ചന്ദ്രനിലെ ഷാക്കിൾട്ടൺ പടുകുഴിക്ക് സമീപം പതിച്ച വർഷം. ഉത്തരം 2008 നവംബർ 14. ചാന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്ന തീയതി. ഉത്തരം 2019 ജൂലൈ 22. ജപ്പാനുമായി ചേർന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ചന്ദ്രനിലെ ധ്രുവ പര്യവേഷണ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ ലൂപ്പെക്സ്. ചാന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ ഏകദേശ ചിലവ് എത്രയാണ്? ഉത്തരം 386 കോടി രൂപ. ചാന്ദ്രയാൻ 3യുടെ വിക്ഷേപണ സമയം. ഉത്തരം 2023 ജൂലൈ 14 ഉച്ചയ്ക്ക് 2:35. ചാന്ദ്രയാൻ 3യിലെ LVM-3 റോക്കറ്റ് രൂപപ്പെടുത്തിയത് ഏത് സ്ഥാപനമാണ്? ഉത്തരം VSSC. കാറ്റിന്റെ ഗതി, വിക്ഷേപണ സംവിധാനങ്ങളുടെ കൃത്യത തുടങ്ങിയവ ഉറപ്പിക്കുന്നത് VSSC ടീം ആണ്. വിക്ഷേപണം നിയന്ത്രിക്കുന്ന ഓട്ടോമാറ്റിക് ലോഞ്ച് സീക്വൻസ് എന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയതും VSSC ആണ്. ചാന്ദ്രയാൻ 3യിലെ ലാൻഡറിലെ പ്രവേഗം നിയന്ത്രിക്കുന്നതിനെ സഹായിക്കുന്ന സെൻസറുകൾ, ഗതി നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ തയ്യാറാക്കിയ സ്ഥാപനം. ഉത്തരം ഇസ്രോ ഇനർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്, തിരുവനന്തപുരം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിലെ വിവിധ പേലോഡുകൾ തയ്യാറാക്കിയ സ്ഥാപനം. ഉത്തരം സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ, അഹമ്മദാബാദ്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ട്രാക്കിംഗ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. ഉത്തരം ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക്, ബാംഗ്ലൂർ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിലെ ദ്രവ്യ എഞ്ചിൻ, ക്രയോജനിക് ഫ്ലൂയിഡുകൾ എന്നിവ സ്റ്റേജ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനം. ഉത്തരം ഇസ്രോ പ്രൊപ്പൽഷൻ കോംപ്ലക്സ്, മഹേന്ദ്രഗിരി. നിലവിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മേധാവി. ഉത്തരം ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. LVM-3 M4 ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം S മോഹനകുമാർ. ചന്ദ്രനിൽ ഏറ്റവും വേഗത്തിലെത്തിയ ലാൻഡർ ദൗത്യം. ഉത്തരം അപ്പോളോ 11. 3 ദിവസവും 3 മണിക്കൂറും 49 മിനിറ്റുമാണ് ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വന്നത്. ചാന്ദ്രയാൻ 3യെ ബഹിരാകാശത്തേക്ക് വഹിച്ച റോക്കറ്റ്. ഉത്തരം LVM-3 M4 റോക്കറ്റ്. LVM-3 M4 റോക്കറ്റിന് 43.5 മീറ്റർ ഉയരവും 4 മീറ്റർ വിസ്തീർണവും ഉണ്ട്. ഇസ്രോയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണിത്. GSLV മാർക്ക് 3 എന്ന് മുൻപ് ഇത് അറിയപ്പെട്ടിരുന്നു. വിക്ഷേപണ സമയത്തെ ഭാരം 640 ടൺ ആണ്. ജിയോ സിങ്ക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് 4000 കിലോയും ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് 8000 കിലോയും ഭാരം എത്തിക്കാൻ കഴിവുണ്ട്. 3 ഇന്ധന സ്റ്റേജുകൾ ഇതിനുണ്ട്. ആദ്യം ഖര എഞ്ചിനും പിന്നീട് ദ്രാവക ക്രയോജനിക് എഞ്ചിനുകളും പ്രവർത്തിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രയോജനിക് എഞ്ചിനായ C-20 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആസ്ട്രോസാറ്റ്, ചാന്ദ്രയാൻ 2 തുടങ്ങിയവ വിക്ഷേപിച്ചത് ഈ റോക്കറ്റിന്റെ സഹായത്തോടെയാണ്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ മൊത്തം ഭാരം. ഉത്തരം 3900 കിലോഗ്രാം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡറിന്റെ ഭാരം.
ഉത്തരം 1726 കിലോഗ്രാം. ലാൻഡറും റോവറും ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവയുടെ ആയുസ് എത്രയാണ്? ഉത്തരം ഒരു ചാന്ദ്രദിനം അല്ലെങ്കിൽ 14 ദിവസം. ചാന്ദ്രയാൻ 3യിലെ ലാൻഡറിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ശാസ്തെ ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ്, രംഫ LP, ഇൽസ പാസീവ് ലേസർ റെട്രോഫ്ലെക്ടർ അറേ. രംഫ LP എന്ന ഉപകരണത്തിന്റെ ഉപയോഗം. ഉത്തരം മണ്ണിലെ വൈദ്യുത കാന്തിക സ്വഭാവവും പ്ലാസ്മ സാന്ദ്രതയും പരിശോധിക്കുവാൻ.